എൻ്റെ നല്ലയമ്മ. എൻ്റെ പേര് സുജോയ്. ഞാൻ ഹൗസ് വൈഫാണ്. എൻ്റെ ഹസ്ബൻഡ് ജിജോ ഒരു പരസ്യ ഏജൻസി വർക്ക് ചെയ്യുന്നു. മക്കൾ 4 പേരാണ്. മൂത്തയാൾ ഗ്രേസ് മേരി, രണ്ടാമത്തെ ആൾ ഏഞ്ചൽ മേരി, മൂന്നാമത്തെ ആൾ ജെറി അൽഫോൻസ്, നാലാമത്തെ ആൾ ഹന്ന മേരി. ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചാഞ്ഞോടി സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവാംഗമാണ്. തൃക്കടിത്താനത്ത് കോട്ടമുറി എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ട്. ആ അമ്മയോടൊത്തുള്ള ഒരു ജീവിതമാണ് ഞങ്ങളും ഞങ്ങളുടെ മക്കളും നയിക്കുന്നത്. എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ വിവാഹത്തിന് ശേഷമാണ് എനിക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കൂടുതലായിട്ട് ഉണ്ടായത്. വിവാഹം കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന സമയം 6 മാസം തികയുന്നതിൻ്റെ തലേ ദിവസം കുഞ്ഞിൻ്റെ അനക്കം നഷ്ടപ്പെടുകയും അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വൈകുന്നേരമായപ്പോഴേക്കും എന്നെ ലേബർ റൂമിലേക്ക് മാറ്റി. അവിടെ വളരെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഞാൻ. ആ സമയങ്ങളിൽ ഞാൻ മാതാവിനെയും ഈശോയും വിളിച്ച് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശാരീരികമായും മാനസികമായും ഞാൻ ഒത്തിരിയേറെ വേദന അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു അത്. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, ഈ സ്വാഭാവികമായി പെട്ടെന്ന് ഒരു ഡെലിവറി നടക്കുകയില്ല, അത് പിറ്റേ ദിവസം വരെ സമയമെടുക്കും എന്ന് പറഞ്ഞിട്ട് പോയി. രാത്രി ഒരു 12 മണി സമയമായി കാണും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ കിടക്കുക. പെട്ടെന്ന് ഞാനൊരു മയക്കത്തിലേക്ക് പോയി. ആ സമയം മാതാവ് എൻ്റെ ബെഡിൻ്റെ അരികിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ അപ്പോഴേ തന്നെ ഡെലിവറി നടക്കുകയും ചെയ്തു. ആ സമയം ഡോക്ടർ വന്നു, ഇത്രയും പെട്ടെന്ന് ഡെലിവറി നടക്കുവാൻ എങ്ങനെ സാധിച്ചു എന്ന് പറയുന്നതായിട്ട് ഞാൻ കേൾക്കുകയും ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം എന്നെ റൂമിലേക്ക് മാറ്റി. ആ സമയം അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ജീവിത പങ്കാളിയും ഒരു സുഹൃത്തും കൂടി പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം മാതാവ് ഒരു കുഞ്ഞിനെ, ഈശോ ഒരു സന്ദേശം ഇങ്ങനെ കാണിച്ചു, മാതാവ് ഒരു കുഞ്ഞിനെയുമായി സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ട്. അതും കൂടി കേട്ടപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് എൻ്റെ കൂടെ പരിശുദ്ധ അമ്മ ആ നിമിഷങ്ങളിലെല്ലാം ഉണ്ടായിരുന്നുവെന്ന്. പിന്നീട് അങ്ങോട്ട് എനിക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഒത്തിരിയേറെ വർദ്ധിച്ചു. അങ്ങനെ ഞാൻ രണ്ടാമത് ഗർഭിണിയായി. ആ സമയങ്ങളിൽ എനിക്ക് ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ ഒരു ദിവസം 12 ജപമാല വീതം ചൊല്ലുമായിരുന്നു. ആ ഗർഭാവസ്ഥയിലും ഓരോ നിമിഷങ്ങളിലും അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന്. 9 മാസമായപ്പോഴേക്കും കുഞ്ഞിൻ്റെ അനക്കം കുറയുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ സിസേറിയനുള്ള കുഞ്ഞിനെ എടുക്കുകയും ചെയ്തു. ആ സമയത്ത് ഡോക്ടർ ഇങ്ങനെ പറയുന്നത്, എന്നോടിങ്ങനെ പറഞ്ഞു, അപകടകരമായ ഒരവസ്ഥയിലായിരുന്നു, ഇപ്പോൾ തന്നെ സിസേറിയൻ ചെയ്തത് വളരെ നന്നായി എന്ന് പറയുകയും ചെയ്തു. പിന്നീട് മൂന്നാമത്തെ കുഞ്ഞിനെ ഇതുപോലെ തന്നെ ബെഡ് റെസ്റ്റായി
പക്ഷേ 6 മാസമേ അത് ബെഡ് റെസ്റ്റായി കിടന്നുള്ളൂ. പിന്നീട് എനിക്ക് ഒത്തിരി ജോലികളൊക്കെ ചെയ്ത് ഞാനിങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചും ഇങ്ങനെ 9 മാസം വരെ അങ്ങനെ കഴിച്ചു കൂട്ടി. 9ാം മാസത്തിൽ കുഞ്ഞിനെയും വളരെ അപകടകരമായ ഒരു അവസ്ഥയിലൂടെയായിരുന്നു. അതും പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്തെടുക്കുകയായിരുന്നു. 4ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായ സമയത്ത് ഒരു ബെഡ് റെസ്റ്റ് ഒന്നും ഉണ്ടാകാതെ എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ പറ്റി. ആ സമയങ്ങളിലും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കറിയാമായിരുന്നു പരിശുദ്ധ അമ്മ ഏറ്റെടുത്തിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ഉറച്ച ബോധ്യം എനിക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് പറയാൻ സാധിക്കും. ആ സമയം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, 3 സിസേറിയനായി, ഇനിയിപ്പം സിസേറിയൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രസവം നിർത്തണമെന്ന് പറഞ്ഞു. ആ സമയം ഞങ്ങൾ നേരത്തെ തന്നെ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു, ഇനിയും ഒരിക്കലും പ്രസവം നിർത്തുകയില്ല, ഒരു കുട്ടികൾ വേണമെങ്കിലും വേണ്ടെങ്കിലും ഞങ്ങൾ ആ ഒരു കാര്യം ചെയ്യത്തില്ല എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നു. ഡോക്ടറോട് അത് പറയുകയും ചെയ്തു. അതിനുശേഷം പിന്നീടും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 5ാമത്തെ കുഞ്ഞിനെയും ഗർഭിണിയായി. ആ സമയങ്ങളിലൊക്കെ ഈ ഗർഭാവസ്ഥയുടെ ഓരോ ഘട്ടങ്ങളിലും ഞാൻ എൻ്റെ ഉദരത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ എൻ്റെ ഉദരത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ മക്കളെല്ലാവരെയും സുരക്ഷിതരായി എനിക്ക് തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനെയും ഒരു കുഴപ്പവും കൂടാതെ 5ാമത് സിസേറിയൻ ചെയ്ത് അതിനെ എടുക്കുകയുണ്ടായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഞാൻ ഈ മക്കളെ 4 മക്കളിലെ പരിശുദ്ധ അമ്മ ഇടപെട്ട് എനിക്ക് തന്നത്. എനിക്ക് വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവർ 4 പേരും പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ മക്കളാണ്. ഇവരെ 4 പേരെയും പരിശുദ്ധ അമ്മയോട് ചേർത്ത് വളർത്താൻ ഞാൻ ഇന്ന് ശ്രമിക്കുന്നുണ്ട്. ഈ മക്കളുടെ കാര്യത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട ഒത്തിരിയേറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ മകളാണ്. ഇവൾക്ക് ഒരിക്കൽ രാത്രിയിൽ പനി വന്ന് കോട്ട് പോലെ ഉണ്ടായി. ആ സമയത്ത് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോവുകയും ഡോക്ടർ ഒരു ഗുളിക പനി വരുമ്പോൾ കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പലപ്പോഴും രാത്രികളിൽ അവൾക്ക് പനി വരുമ്പോഴേക്കും അവളത് തുപ്പിക്കളയുകയാണ് ചെയ്യുന്നത്. കയ്പുള്ളത് കൊണ്ട് അവളത് കഴിക്കത്തില്ലായിരുന്നു. ആ സമയങ്ങളൊക്കെ ഞങ്ങൾ വളരെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ആ സമയം ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അയച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അമ്മ ഞങ്ങളുടെ കൂടെ ഇരുന്നുകൊണ്ട് ആ പനിയിൽ നിന്നും വളരെ സൗഖ്യം അനുഭവപ്പെടുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് രാത്രി കാലങ്ങളിലൊക്കെ മക്കൾക്ക് പനി വരുമ്പോഴും അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിലൊരു ചെറിയ സ്റ്റാച്ചു ഇരിപ്പുണ്ടായിരുന്നു മാതാവിൻ്റെ. ആ സമയങ്ങളിൽ ഞാൻ ആ സ്റ്റാച്ചു മക്കൾ ഉറങ്ങുന്ന കിടക്കയ്ക്കരികിൽ വെച്ചിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ എന്നെ രാത്രി പനി കൂടുമ്പോൾ ഒന്ന് ഉണർത്തണമേ എന്ന്. ഭയങ്കര അത്ഭുതകരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന പോലെ ആരോ എന്നെ തട്ടി ഉണർത്തുന്ന പോലെയുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അപ്പോൾ മരുന്ന് കൊടുക്കുകയും അങ്ങനെ രാത്രി കാലങ്ങളിലൊക്കെ അമ്മയുടെ വലിയ സംരക്ഷണം എനിക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയം പല ജീവിതാവസ്ഥകളിലും എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ സംരക്ഷണവും സഹായവുമായി തീർന്നിട്ടുണ്ട്. അമ്മയ്ക്ക് കഴിയാത്തതായി ഒന്നുമില്ല എന്ന ഉറച്ച ബോധ്യം തരുന്ന അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പലപ്പോഴും വേദനയോടുകൂടിയൊക്കെ പരിശുദ്ധ അമ്മയുടെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എന്നെ ചേർത്ത് പിടിക്കുന്നതായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ 3 കുടുംബങ്ങൾ ഫിയാത്ത് മിഷൻ്റെ ഭാഗമായി ആന്ധ്രയിലെ ഖമ്മം എന്ന സ്ഥലത്ത് ഒരു മിഷൻ യാത്രയ്ക്കായി പോയി. ഈ പോകുന്ന സമയങ്ങളിൽ ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. അതിനു മുമ്പായിട്ട് ഞങ്ങൾ വീടുകളിൽ കൂടുകയും പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. അവിടെ 49 ഡിഗ്രി ചൂടായിരുന്നു ആ സമയങ്ങളിൽ. എൻ്റെ ഇളയ മകൾക്ക് 1 വയസ്സ് ആകുന്നതേ ഉള്ളായിരുന്നു ആ സമയങ്ങൾ. പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ ഇത്രയും ചൂടിലൊക്കെ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ പലരും എന്നോട് ചോദിക്കുകയുണ്ടായി.
അപ്പം എനിക്കറിയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ആ നീലങ്കിക്കുള്ളിൽ ഞങ്ങളെ സംരക്ഷിച്ച് കാത്തു പരിപാലിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു മാസം അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടാണ് കടന്നു ചെന്നത്. ആ ഒരു മാസം കടുത്ത ചൂടിലും പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് അവിടെ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ ഞങ്ങളെ എപ്പോഴും മക്കളെയും ഞങ്ങളെ 3 കുടുംബങ്ങളിൽ ഉള്ള മക്കളെ എല്ലാവരെയും പരിശുദ്ധ അമ്മ ആ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് കാക്കുകയായിരുന്നു. ആ ഒരു മാസം ശരിക്കും മാതാവിൻ്റെ വലിയ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. പിന്നീട് തിരിച്ചുള്ള യാത്രയിൽ ഒരുപാട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. തിരിച്ച് ഞങ്ങൾ നാട്ടിൽ വന്നു. ഒരു കുഴപ്പവും കൂടാതെ മക്കൾക്ക് പിന്നീടാണെങ്കിൽ പോലും ഒരു രോഗമോ ഒന്നും വരുത്താതെ അമ്മയുടെ ആ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് ഞങ്ങളെ സുരക്ഷിതരായിട്ട് ഇവിടെ എത്തിക്കുകയും ചെയ്തു. പിന്നെ മറ്റൊരു അനുഭവം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ദിവ്യരഹസ്യങ്ങളുടെ പുഷ്പകിരീടം എന്ന ഒരു പുസ്തകം ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ഞാൻ വാങ്ങിച്ചു. എൻ്റെ അശ്രദ്ധ മൂലം ഞാനത് വെളിയിൽ നിന്ന് വായിച്ചിട്ട് അത് വെളിയിൽ തന്നെ വെച്ചിട്ട് ഞാൻ അകത്തേക്ക് പോയി. അന്ന് രാത്രിയിൽ മഴ പെയ്തു. ഈ സമയങ്ങൾ എനിക്ക് ഭയങ്കര വിഷമമായി. നാളെ പിറ്റേന്ന് ആ പുസ്തകം ആ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കേണ്ടായിരുന്നു. ഞാൻ ആ സമയങ്ങളിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മ എനിക്കത് നാളെ ഒരു കുഴപ്പമില്ല, സുരക്ഷിതമായിട്ട് എനിക്ക് തിരിച്ചു തരണേന്ന് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ അതെടുക്കാൻ ചെന്നപ്പോൾ അത് സുരക്ഷിതമായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മയോട് എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിച്ച് അമ്മ ഒരിക്കലും നിരസിക്കുകയില്ല. അമ്മ കൂടെ ഇരുന്നുകൊണ്ട് നമ്മളെ സഹായിക്കുമെന്ന് ഉറച്ച ഒരു ബോധ്യം അന്ന് എനിക്ക് കിട്ടി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതെൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും. അച്ചാച്ചൻ്റെ പേര് ജോസഫ്, അമ്മച്ചിയുടെ പേര് ത്രേസ്യാമ്മ. ഇവരാണ് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ പറ്റി പറഞ്ഞു തന്നതും മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു തന്നതും ചെറുപ്പത്തിൽ മുതലേ എന്നെ ആ ഒരു രീതിയിൽ പരിശീലിപ്പിച്ചത് ഇവരാണ്. ഞങ്ങൾ 4 മക്കളാണ്. ഞാനാണ് മൂത്തത്. എൻ്റെ ഇളയതിനെ കല്യാണം കഴിച്ചു. അതിൻ്റെ ഇളയത് സിസ്റ്ററാണ്, സിസ്റ്റർ പുണ്യ, LSDP കോൺവെൻറ്റിൽ കുന്നന്താനത്ത്. അതിൻ്റെ ഇളയത് ബ്രദർ, അവൻ വിദേശത്താണ്, കല്യാണം കഴിച്ചു. ഭാര്യ റിമി, ഒരു കുഞ്ഞുണ്ട്. അമ്മച്ചി ഒത്തിരിയേറെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പരിശുദ്ധ അമ്മയോട് എപ്പോഴും കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ചാച്ചൻ മദ്യപാനത്തിൻ്റെ ഒരവസ്ഥയിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ അമ്മച്ചി ഒത്തിരിയേറെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും അതുപോലെ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ യാചിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് അമ്മച്ചിയുടെ കണ്ണുനീരൊപ്പുവാനായിട്ട് കടന്നു വരികയും അങ്ങനെ അവർ ഒരുമിച്ച് ഒരു ധ്യാനത്തിന് പോവുകയും ആ ധ്യാനത്തിലൂടെ വലിയൊരു മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് അച്ചാച്ചൻ കടന്നു വരികയും അങ്ങനെ അമ്മച്ചി അച്ചാച്ചനും അവരെ 2 പേരെയും ഫിയാത്ത് മിഷൻ്റെ ശുശ്രൂഷയ്ക്കായി കേരളത്തിന് പുറത്തേക്ക് ഈശോ അയക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ 2 പേരും ഫിയാത്ത് മിഷൻ്റെ ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ടും ആ ശുശ്രൂഷയിലായിരിക്കുന്നു. ഇതൊക്കെ പരിശുദ്ധ അമ്മ ശരിക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ സ്വന്തമായിട്ടൊരു ഭവനവും ഇല്ലായിരുന്നു. അതിനുശേഷം ഈ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു ഭവനം ഉണ്ടാവുകയും എൻ്റെ അനുജത്തി LSDP കോൺവെൻറ്റിലെ സിസ്റ്ററായി 6 വർഷത്തിന് ശേഷം അവൾ നേഴ്സായിരുന്നു. 6 വർഷത്തിന് ശേഷം LSDP കോൺവെൻറ്റിൽ ചേരുകയും
ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് സാധിച്ചതെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അമ്മച്ചിയുടെ പ്രാർത്ഥനയും രാത്രി ഇപ്പോഴും രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റിരുന്ന് 2 മണിക്ക് 2 മണി തൊട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം അമ്മച്ചിക്കുണ്ട്. അതിൻ്റെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ മക്കളായ ഞങ്ങൾക്കും ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ അച്ചാച്ചൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലൊക്കെ അമ്മച്ചി 2 മണി തൊട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി ഒക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വലിയ ഫലങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. കുടുംബ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനകളിലും ജപമാല എനിക്ക് മാറ്റി നിർത്താനാവാത്ത ഒന്നാണ്. ജപമാല പ്രാർത്ഥന വഴി അമ്മയുടെ സംരക്ഷണവും എൻ്റെ ജീവിതത്തെ നിരന്തരം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എപ്പോഴും എനിക്കറിയാം എന്നെ പരിശുദ്ധ അമ്മ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞു കാക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും അമ്മയുടെ സംരക്ഷണം നിരന്തരമായി ഞങ്ങൾ അനുഭവിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ട സമയങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഞങ്ങൾക്ക് ശക്തി പകരുന്ന ഒന്നായിരുന്നു. പലപ്പോഴും യാത്രകളിലൊക്കെ ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരിയേറെ അപകടങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധ അമ്മ ഞങ്ങളെ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി മക്കളെ വളർത്തുന്നതിലൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അമ്മയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അമ്മയോട് ജപമാല ചൊല്ലി പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വളരെ അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മ എന്നെ നയിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വേദനാജനകമായ അനുഭവങ്ങളിലും പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു.